ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ടീനേജ് ഏത് പ്രായക്കാരാണ്? ഒരു 30 വയസ്സിന് മേളിലുള്ളവരാണ് ഇപ്പോൾ കൂടുതലും. അതിൻ്റെ താഴെയുള്ളവരുണ്ട്, പക്ഷേ 30-നും 40-നും ഉള്ള ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതൽ. വെയിറ്റ് അവർ വെയിറ്റ് എല്ലാം എടുക്കാറുണ്ട്. കാരണം വിസിറ്റ് ചോദിക്കണം വരുന്നവർക്ക് മസിൽ ലേഡീസിനെ കൂടുതലും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് അത്ര ചെയ്യാറില്ല. കൂടുതൽ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രെഡ്മില്ലാണ്. ട്രെഡ്മില്ല്, പിന്നെ എലിപ്റ്റിക്കൽ, അപ് ട്രിം, ഇത് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എത്ര നാളുകൊണ്ട് നമുക്ക് ഏകദേശം ഷേപ്പ് ആക്കി കൊടുക്കാമെന്നാണ്? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ 2 മാസം വന്നവർക്ക് തന്നെ ശരിക്കും ചുരിദാറൊക്കെ ഷേപ്പ് ചെയ്ത് തുടങ്ങി. അവർ ഹാപ്പിയായി. കാരണം റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചേച്ചി ഇത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ചേച്ചിയുടെ മൊത്തത്തിലൊരു ഷേപ്പൊക്കെ വന്നല്ലോ. അത് ഞങ്ങളുടെ അന്നാസിൻ്റെ ഗുണമാണ്. അപ്പോൾ നമുക്കൊരു പരസ്യമായി. അപ്പോൾ നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്കതിന് റിസൾട്ട് കിട്ടിയിട്ടാണല്ലോ അവർ പറയേണ്ടത്. കാരണം കാലത്ത് 6 മണിക്കൂർ വരിക, എക്സസൈസ് ചെയ്യുക, ഇതിൽ പോകാന്ന് പറയും. സ്വാഭാവികമായിട്ട് അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പങ്കുവെക്കാറുണ്ട്. കാരണം ഈ 1.5 മണിക്കൂർ കാലത്തുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയാറുണ്ട്. കാരണം വെച്ചാൽ നേരത്തെ ഭക്ഷണമൊക്കെ ഹസ്ബൻഡിന് എടുത്തു കൊടുക്കണമായിരുന്നു. ആദ്യം എല്ലാം എടുത്ത് കൊടുത്തിട്ടൊക്കെ വന്നു. ഇപ്പോൾ പറയണ ചേട്ടാ അതവിടെ ഇരിപ്പട്ടെ, എനിക്ക് ഹെൽത്ത് ക്ലബ്ബിൽ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് മുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് വരാനും ചെയ്യാനും അവർക്ക് താല്പര്യമുണ്ട്. കാരണം ഈ ഹസ്ബൻഡ് അവരൊക്കെ പറയണത് അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരാണ് കൂടുതലും ഇന്ന് നീ പോകുന്നില്ലേന്ന് ചോദിക്കുന്നവർ. പിന്നെ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടെന്നാണ് എൻ്റെ ഇത്ര നാളായിട്ട് എൻ്റെ അടുത്ത് ലൈസ് ചേച്ചി ഉണ്ടെങ്കിൽ പിള്ളേരെയും കൂടെ വിടാൻ താല്പര്യമുണ്ട്. അങ്ങനെ ലേഡീസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്, ഓക്കെ, മുഖത്തിനുള്ള സൗന്ദര്യം വെക്കാനുണ്ട്, ശരീര സൗന്ദര്യം ഉണ്ട്. പ്രത്യേക പാക്കേജോ പ്രത്യേക എന്തെങ്കിലും സംഭവം ബ്രൈഡലിനൊക്കെ നമ്മൾ പ്രത്യേക പാക്കേജ് കൊടുക്കും. അതെങ്ങനെ കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചത് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ഫിറ്റ്നസ്സിനുള്ള കംപ്ലീറ്റ് മാസം 1 വർഷത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ട്. ആനുവൽ എടുക്കുന്നവർക്ക് നമ്മൾ 500 റുപ്പീസോളം ഡിസ്കൗണ്ട് ഉണ്ട്. മന്ത്ലി നമ്മൾ ഇപ്പോൾ മേടിക്കുന്നത് 300 റുപ്പീസാണ്. അപ്പോൾ ആനുവൽ ആകുമ്പോൾ അതനുസരിച്ച്. ഇതിനൂടെ വേറെന്താ ചെയ്യുന്നത് അന്നാസ്? കാർ ഡെക്കറേഷനൊക്കെ അത് നമ്മുടെ ബ്യൂട്ടി പാർലറിനുമായി ബന്ധപ്പെട്ടാണ്. ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ബോഡി ഫിറ്റ്നസ് വേറെ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ ഒരു മോണോപ്പൊളി എന്ന് പറയാൻ യോഗയുണ്ട്, പിന്നെ എറോബിക്സ് ഉണ്ട്. എറോബിക്സ് ആരാ ചെയ്യുന്നത്? എറോബിക്സ് ഞാൻ തന്നെ ചെയ്യും. ഇത് എത്ര മണിക്കൂർത്താണ്? ഇത് 1.5 മണിക്കൂറിൽ എല്ലാം. അപ്പോൾ ഇപ്പോൾ 2 ദിവസം എറോബിക്സാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ നല്ല ടൈം കിട്ടത്തുള്ളൂ. അത് അവർ വരുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അവരൊരു ടൈം ടേബിൾ കൊടുക്കും? ഓരോ ബാച്ചായിട്ട് തിരിച്ചിട്ട് ഇപ്പോൾ രാവിലെ 6 മണിക്ക് തൊട്ട് 7-നും 8-നും വരുന്ന 2 പേരുടെയും ക്ലബ് ചെയ്തിട്ട് വരുന്നവരെ ഒന്നിച്ച് ചെയ്യും. ഒരു ടീമായിട്ട് ചെയ്താലല്ലേ. കൂടെ ഇൻസ്ട്രക്ടർ കൂടെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ആദ്യം അവർക്ക് മടി എങ്ങനെയാണ് ഇത്? ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ചേച്ചിയും കൂടി ഉണ്ടെങ്കിൽ ചെയ്യാനൊരു ഇഷ്ടമെന്ന് പറയും അവർ. കൂടെ നമ്മൾ നിൽക്കുമ്പോൾ അവർക്ക് ചെയ്യാനൊരു താല്പര്യം. ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഇതിനകത്തുണ്ട്. ശരിക്കും സ്ത്രീകൾ കഴിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സാധനം അവോയ്ഡ് ചെയ്യണം? മധുരം കുറയ്ക്കുക. ഞാൻ പറയാം, മധുരം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വ്യത്യാസം വരും. അസുഖങ്ങളൊക്കെ നമ്മുടെ തടി പകുതി കുറയും. പിന്നെ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളത് ബീഫ് അങ്ങനത്തെയൊക്കെ കുറച്ചിട്ട് ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ കഴിച്ചോളാൻ പറയും. ചോറ് കുറയ്ക്കാൻ പറയുന്നിട്ട് സഹകരിക്കാറുണ്ട്. അവർ പറഞ്ഞ ആദ്യമൊക്കെ വിശന്നിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചേച്ചി. ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ബിസ്ക്കറ്റൊക്കെ പിള്ളേർ അല്ല സ്വീറ്റ്സ് തന്നാൽ വേണ്ട, എന്നെ പരീക്ഷിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റുമെന്നാണ് പറഞ്ഞത്. അവർ അതുമായിട്ട് സഹകരിക്കുന്നു. വന്നേക്കുന്ന സ്റ്റുഡൻറ്റിൽ ഏറ്റവും കൂടുതൽ വണ്ണം ഉണ്ടായിട്ട് കുറഞ്ഞേക്കണ ആരെങ്കിലും 2 മാസം കൊണ്ട് വന്നിട്ട് നിമ്മി എന്ന് പറഞ്ഞ കുട്ടി നല്ല ഹൈറ്റും ഇതൊക്കെ ഉള്ളായിരുന്നു. അയാളുടെ ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് വെച്ചാൽ അവർക്ക് ഫാറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? അത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് അവർക്കുള്ള അല്ലല്ല, അവർ വന്ന് അങ്ങനെ അസുഖമൊന്നും ഉണ്ടായിരുന്ന കുട്ടിയല്ല. മൊത്തത്തിലൊരു ആളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് തടി കൂടുതലായിരുന്നു, അത്രേ ഉള്ളൂ. ആൾ ഹെൽത്തി ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എനിക്കും ജീൻസ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇട്ടുകളെ. അപ്പോൾ ഇങ്ങനെ 2 മാസമായിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയി. കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു എൻ്റെ ചുരിദാറൊക്കെ പഴയത് മാറ്റി വെച്ചിരുന്ന ചുരിദാറുകളൊക്കെ ഞാൻ ഇപ്പോൾ ഇട്ട് തുടങ്ങി, ടൈറ്റായിരുന്നതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ തയ്ച്ചതൊക്കെ ഇപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തിട്ടാണ് ഇടുന്നതെന്ന് പറഞ്ഞു. കാരണം നല്ല ഷേപ്പ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഈ സൈഡിലുള്ള
തൂങ്ങിക്കിടക്കുന്ന ഭാഗം അങ്ങനെ ഒരു മാസം കൊണ്ട് എത്ര കിലോ വെയിറ്റ് ആണ് കുറക്കാൻ പൊതുവെ ശ്രമിക്കുന്നത്? മിനിമം 1 കിലോ വെച്ച് കുറഞ്ഞാൽ മതി ഒരു മാസം. നമ്മൾ എക്സസൈസിലൂടെ തടി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ക്ഷീണം ഉണ്ടാകത്തില്ല. നമ്മുടെ ഫുൾ ബോഡിയിലാണത് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ വലിച്ചു വാരി തിന്നു കഴിഞ്ഞാൽ നമുക്ക് ദഹനക്കേട് പിടിക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നന്നായിരിക്കും. ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും എക്സസൈസ് മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണേലും നന്നായി. പിന്നെ വയറ് കുറയണമെങ്കിൽ നമ്മൾ യോഗയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വയറ് കുറയാനുള്ള എക്സസൈസ് നമ്മൾ കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും വരുന്ന സ്ത്രീകൾക്ക് 80, 85, 90 ഏകദേശം അടുത്ത് വരും. എങ്ങനെയായാലും ഇപ്പോഴത്തെ സാഹചര്യം അതാണല്ലോ ഭക്ഷണത്തിൻ്റെ. അപ്പോൾ അവർ ആദ്യമായിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ അന്നാസ് ഫിറ്റ്നസ് എന്തൊക്കെയാണ് പറഞ്ഞത്? എയറോബിക്സ് ഉണ്ടോ? ഷാർപ്പിനെ അത് ചെയ്യിപ്പിക്കാറുണ്ടോ? എങ്ങനെയൊക്കെയാണ് നമുക്ക് അവർക്ക് ആദ്യം വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ വാമിങ് നമ്മുടെ ബോഡിയും ഫുൾ വാമുള്ള എക്സസൈസുകൾ കാണിച്ചു കൊടുക്കും. അതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് കടത്തുള്ളൂ. വാമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ഫുൾ ബോഡി അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം അനങ്ങാതിരുന്ന് നമ്മൾ ഇപ്പോൾ അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കൊക്കെ പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയും, നിങ്ങൾ 2 ദിവസം വന്നിട്ട് വരാതിരിക്കരുത്. ഒരു റെഗുലറായിട്ട് ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ അവർ അതുമായിട്ടങ്ങ് യോജിച്ച് പൊക്കോളും. അതുപോലെ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും. കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ബോഡിക്ക്. നമ്മുടെ സ്കിന്നൊക്കെ അത് വളരെ ക്ലീനായിട്ട് നമ്മുടെ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും. ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് പൊതുവെ ഉള്ള ആഗ്രഹവും വയറ് കുറക്കുക എന്നുള്ള നമ്മൾ എന്തൊക്കെ അതിനകത്ത് ഇവിടെ ചെയ്യുന്നത് നമ്മൾ കാരണം ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ ആണുങ്ങളുടെ വയറ് കുറക്കാനുള്ള ഒരു ഇതല്ല എക്സസൈസ് അല്ല പൊതുവെ പെണ്ണുങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് വ്യൂവേഴ്സിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. വയറ് കുറയാനായിട്ട് യോഗ കൂടുതൽ ചെയ്യും. അതിനുശേഷം ഈ ഹെൽത്ത് ക്ലബിൽ തന്നെ സ്ലിം ഫിറ്റ് ഉണ്ട്, വൈബ്രേറ്ററി ബെൽറ്റ് ഉണ്ട്. അത് വൈബ്രേറ്ററി ബെൽറ്റ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തും ഈ ബാക്ക് സൈഡിലും ഒക്കെ വൈബ്രേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് കുറഞ്ഞു പോകാനുള്ള നമ്മൾ വൈബ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഫാറ്റ് കുറഞ്ഞിരിക്കും. കാരണം ഇത് പൊതുവെ സ്റ്റുഡൻറ്റ് സഹകരിക്കാറുണ്ട്. കാരണം ചില സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുറയണം. ഈ കുറേ മടിയുടെ ഒരു വിഷയങ്ങളുണ്ട്. മടിയില്ലെന്ന് പറയുന്നില്ല, മടിയുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ മടി വിചാരിച്ചാൽ നമുക്ക് എന്ത് കാര്യവും നമ്മൾ മടി പിടിച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് വരണം. ഒരു ദിവസം ഇപ്പം രാവിലെ വന്നു, മറ്റേ ദിവസം എനിക്ക് രാവിലെ വരാൻ പറ്റില്ല എന്ന് ഓർത്താൽ എനിക്ക് വിഷമമില്ല. പക്ഷേ 7 മണി വരെ ഞാനിവിടെ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും വന്ന് ചെയ്യാമെന്ന് പറയും. എനിവേ ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ഞാൻ കാണിച്ചു കൊടുക്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മുടങ്ങാതെ ചെയ്യും.